ഗുഡ് ഈവനിങ്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? സൺഡേ എന്തൊക്കെയൊക്കെ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ നമ്മളിപ്പോൾ ചുമ്മാ വന്നതാണ് കേട്ടോ. എന്താ പറയണ്ടേ, എനിക്ക് കൊറോണനെ പറ്റിയിട്ട് ഓർമ്മ വന്നപ്പോൾ അതൊന്ന് പറഞ്ഞേച്ച് പോവാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞേച്ച് പോവാമെന്ന് വിചാരിച്ച്. കൊറോണ എല്ലാവരുടെ ലൈഫിലും സന്തോഷം എന്ന് പറയാൻ പാടില്ലല്ലോ, ദുരിതങ്ങളല്ലേ തന്നതല്ലേ. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരു സന്തോഷം തന്നിക്കേട്ടോ. ആ സന്തോഷം ഒരു ദുരിതവും തന്നിട്ടുണ്ട്. ഇത് രണ്ടൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ദുരിതം പറയുകയാണെങ്കിൽ എൻ്റെ ഇടത്തെ കൈ അങ്ങനെ ആവാൻ കാരണം കൊറോണ ആണ്. കൊറോണയ്ക്ക് കർഫ്യൂ ഒക്കെ ആയിരുന്നല്ലോ, ഫുള്ള് ലോക്ക്ഡൗണും അങ്ങനെയൊക്കെ ആയി സാമ്പത്തികപരമായിട്ട് എല്ലാവരും ഡള്ളായിട്ടുള്ള ഒരു സമയമല്ലേ. ഞാൻ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണിക്ക് പോയി. വേറെ ഒന്നുമല്ല, നമുക്ക് പരിചയമില്ലാത്ത പണിക്ക് പോയാൽ എന്തൊക്കെ സ്ഥിതി. തൊഴിലുറപ്പിനൊന്ന് പോയി നോക്കിയതാ. ഫസ്റ്റിലൊരു പ്രാവശ്യം പോയി. എനിക്ക് മേടാനൊന്നും വലിയ ഗമ പറയല്ല കേട്ടോ. നമ്മളൊക്കെ ടൗണുകാരാ, നാട്ടിൻപുറത്തേക്ക് ഇപ്പം ജസ്റ്റ് നമ്മൾ വാടകയ്ക്കായിട്ട് വന്നതാണല്ലോ. അന്നിപ്പോൾ പിന്നെ ഇവിടെയൊക്കെ മലപ്രദേശങ്ങളാണ്, മലകളും കുന്നുകളും ഒക്കെ ഇങ്ങനെ കയറിയിട്ടില്ല, നമുക്കത് പരിചയമില്ല. അപ്പോൾ തന്നെ കൈക്കോട്ട് കൊണ്ടൊന്നും മേടാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ കാടൊക്കെ വെട്ടിക്കോളാനൊക്കെ പറഞ്ഞ് അങ്ങനെ 2 ദിവസം ഓക്കെ. 3-ാമത്തെ ദിവസം വലിയതിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞ്, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് ഇനിയിപ്പോൾ വരാൻ പറ്റില്ല എന്നിട്ട് ഒരു പറയുകയാണെങ്കിൽ പ്രശ്നമാക്കണ്ട, തൽക്കാലം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണി ഉണ്ടല്ലോ, ഇത് നമ്മളെ തൊഴിലുറപ്പ് ഉണ്ടല്ലോ, അതിന്മേൽ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ പോയതാ. ആടുന്ന് പോയി പിന്നെ ഒരു 10 മണിക്ക് ഞാൻ എൻ്റെ ഏട്ടനെ വിളിക്കുക, ഏട്ടാ എൻ്റെ കൈ അനക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഓടിച്ച് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക്. അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജ് വിട്ടുള്ള കളിയില്ല കേട്ടോ, നമ്മൾ പ്രൈവറ്റിലൊന്നും പോകാറില്ല, മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ പോകാറ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പറഞ്ഞ് പ്ലാസ്റ്റർമേ പോല സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ റിസ്റ്റിൻ്റെ അവിടെ കമ്പിട്ടിനു, നടുക്കായിട്ട് കമ്പിട്ടുണ്ടായിരുന്നു, ഒക്കെ അബദ്ധമായിരുന്നു. ഇവിടെയൊക്കെ ഇവിടെ റിസ്റ്റിൻ്റെ ഈ സൈഡിൽ ഇവിടേക്ക് കാണാം. അത് എനിക്ക് കൊറോണ തന്ന ഒരു സങ്കടമാണ് കേട്ടോ. എൻ്റെ കൈക്ക് അങ്ങനെ തന്നില്ലേ, അത് കൊറോണ തന്ന സന്തോഷം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളൊക്കെ വീട്ടിലായല്ലോ, പഠനമില്ല, കുട്ടികളൊക്കെ വീട്ടിലായി. ഞാൻ നമ്മളിപ്പോഴത്തെ ഉള്ള ടച്ച് ഫോൺ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ 2020 അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കൊറോണ കാരണം കുട്ടികൾക്ക് വീട്ടിൽ നിന്നാണല്ലോ പഠനം ഓൺലൈനായിട്ട്. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ ആ ഫോണുണ്ട്, എൻ്റെ കയ്യിൽ ആ നിൽക്കുന്ന ഫോണുണ്ടല്ലേ, റിലയൻസ് എന്താ PPL അങ്ങനെ എന്തോ ഇതില്ലേ, കീൻ്റെ അങ്ങനത്തെ ഫോണാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അന്നിപ്പോൾ ഏട്ടൻ എന്താ പറഞ്ഞ് എൻ്റെ അടുത്ത്, ഈ ഫോൺ എടുത്തോ, ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ല, എനിക്ക് വാട്സപ്പ് എന്താണെന്നറിയില്ല, നെറ്റ് എന്താണെന്നറിയില്ല, ഒരു സംഭവം എനിക്ക് എന്താണെന്നറിയില്ല. എനിക്ക് ആകെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യുക, ഹലോ കാര്യങ്ങൾ പറയാൻ പറ്റിയത് കേട്ടോ. ഇതിന് ഒരു വസ്തു അറിയില്ലായിരുന്നു. ഈ ഫോൺ എങ്ങനെയാണ് എന്താണെന്നുള്ളത് വഴിക്ക് പഠിപ്പിച്ച് തരാൻ കാരണക്കാരനായത് കൊറോണയാണ്. അപ്പം നമ്മൾ ദുരിതങ്ങൾ മാത്രം തരുന്നവരെന്ന് കണ്ടിട്ട് അവരെ അവഗണിക്കരുതല്ലോ. അവർ തന്ന ചെറിയ സന്തോഷങ്ങളും ഉണ്ടല്ലോ സൈഡിൽ, അത് നമ്മൾ ഓർക്കണമല്ലോ. അപ്പോൾ കൊറോണന്ന് കിട്ടിയ ഒരു സന്തോഷം ഒരു ദുഃഖവും കണ്ടില്ല. ദുഃഖം എക്കാലത്തുണ്ട്, സന്തോഷവും ഇപ്പോൾ കാണാനുണ്ട്. എങ്ങനെ ഫോൺ യൂസിങ് ആണ്, എന്താ പറയുക, നമുക്ക് തീരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ ഫോണിനെ കുറിച്ചിട്ട്. സാധാരണ മറ്റേ ഫോൺ ഓർമ്മയില്ലേ, ഇങ്ങനെ നിൽക്കുന്നൊക്കെയുള്ള ഫോണ്, അത്. അപ്പോൾ ഈ 2 കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കേ.